ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും പതിവുപോലെ ദീപം കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളും ഇങ്ങനെ തുടങ്ങിക്കോളൂ. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചും കിട്ടും. നമുക്കൊരു പോസിറ്റീവ് എനർജിയും ഉണ്ടാകും. വീടിന് ഐശ്വര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും തുടങ്ങിക്കോളൂ. ഞാൻ സാധാരണ വിളക്ക് കഴുകിയിട്ടൊക്കെയാണ് ഇപ്പം കൊളുത്താറുള്ളത്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലൊക്കെ അമ്മ പറയുമ്പോൾ പോയി വിളക്ക് തുടച്ച് വിളക്ക് കത്തിക്കാറാണ് പതിവ്. വിളക്ക് കത്തിക്കുകയല്ല, കൊളുത്താറാണ് പതിവ്. അപ്പം അന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യരുതെന്ന്. പണ്ടൊക്കെ അമ്പലങ്ങൾ പോലും അവരന്നുള്ളത് കഴുകി കത്തിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് ചിന്തയുണ്ടാകാറുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ കഴുകി തുടച്ച് ഉള്ളത് മാറ്റിയിട്ട് നല്ലതുപോലെ എല്ലാ ദിവസവും കഴുകി കൊളുത്താൻ തുടങ്ങിയത്. പിന്നെ ഇന്നലെ വൈകുന്നേരം പോയി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കാനായിട്ട്. ഇവിടെ ഞങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടാറുണ്ട്. ഫ്രഷ് കിട്ടും, പക്ഷേ കെമിക്കലുള്ളതായിരിക്കുമല്ലോ. കെമിക്കലില്ലാതെ ഈ കൃഷിക്കാർക്ക് ഇതൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. നമ്മളൊരു കുഞ്ഞു പയർ ചെടി നട്ടാൽ പോലും അത് ഒരാഴ്ച ഒന്ന് പൂക്കാൻ തുടങ്ങുമ്പോഴത്തേനും അതിൽ കീടകൾ വന്ന് കയറും. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും മരുന്ന് ചെയ്യാതെ അതിൽ നല്ല വിളവുണ്ടാവില്ല. ഇതൊക്കെ അവിടെ ഈ മാർക്കറ്റിൻ്റെ പരിസരത്തൊക്കെ താമസിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവരുടെ വീടുകളിൽ തന്നെ കിട്ടുന്ന എന്തെങ്കിലും ചെറിയ അത് അവിടെ ഞാൻ കാണിച്ചില്ലേ, ചേമ്പല, അതൊക്കെ ഇവിടുത്തുകാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ അവരുടെ വീടുകളിലുള്ളതായെങ്കിൽ പോലും അത് കൊണ്ടുവന്ന് വിറ്റ് കാശാക്കുന്ന അമ്മമാരുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല, ഇത് കൂടുതലായിട്ട് വിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ പട്ടാണയാണ് കേട്ടോ. നമ്മൾ കടലയുടെ കൂട്ട് കറി വയ്ക്കുന്നത്, അത് പച്ചയ്ക്ക് നമുക്കിവിടെ കിട്ടും. ഇത് നമ്മുടെ ഉലുവയിലയാണ്. ഇത്രയും ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പം ഈ അമരപ്പയർ ഇതും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. നല്ല പിഞ്ചാണ്, ഒരുപാട് വിളയാത്ത ഐറ്റമാണിത് കേട്ടോ. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടും. മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ അതിന് ഈ കൃഷി ചെയ്യുന്നവരുടെ വീടുകളൊക്കെ അധികം. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് അവർ അവിടോട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. അപ്പം നമുക്കധികം വാടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. ഇതിൻ്റെ വിത്തിട്ട് പാകി ഞാൻ കിളിപ്പിച്ചെടുത്തതായിരുന്നു. പക്ഷേ ഈ ചൂട് കാരണം അത് ഉണങ്ങിപ്പോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല, അങ്ങനെ അത് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉലുവയുടെ വിത്ത് ഞാൻ പാകിയത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും എനിക്കൊന്ന് സീസൺ അല്ലാത്തത് കാരണം, ഈ സീസൺ അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടായത് കാരണമാണെന്ന് തോന്നുന്നത് അത് കിട്ടാതിരുന്നത്. ഈ ഖേത്തിയിലൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ചില ഈ പോളി ഹൗസിനൊക്കെ കൃഷി ചെയ്യുന്നതായിരിക്കും തോന്നുന്നു. കാരണം അതിൻ്റെ സീസണല്ല, തണുപ്പ് സമയത്താണ് ഇതിൻ്റെ സീസണുള്ളത്. അത് കാരണം ഇതെങ്ങനെ വന്നെന്നറിഞ്ഞില്ല, അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഞാൻ തണുപ്പ് സമയത്ത് ഇത് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കൃഷി ചാനലിലുണ്ട് അതൊക്കെ. ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്തത്, പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി. ഈ ഓമയ്ക്കായും എനിക്ക് തോന്നുന്നു അവിടെ വീട്ടിലുണ്ടായ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവർ കൊണ്ടുവച്ച് വിറ്റതാണ്. അപ്പോൾ അതൊക്കെ വിഷമില്ലാത്തത് കാരണം ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് കരുതി വാങ്ങിച്ചതാണ്. ഇത് ഞാൻ പട്ടാണ് പൊളിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്ക് കറി വയ്ക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കറി. ഇവിടുത്തുകാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്. നമ്മളും കണ്ട് വാങ്ങിച്ച് തുടങ്ങിയാണ്. ആദ്യമൊന്നും നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, പച്ചയായത് കാരണം. പിന്നെ കുറച്ച് ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടും. ആദ്യമൊക്കെ എനിക്കിഷ്ടമല്ലായിരുന്നു. ഇപ്പം ചപ്പാത്തിയുടെ കൂടെ ടിഫിനൊക്കെ കൊടുത്തു വിടാൻ ഇത് തന്നെയാണ് സ്ഥിരം. ഉള്ള സീസൺ സമയത്തൊക്കെ മിക്കവാറും ഇത് വാങ്ങിക്കാറുണ്ട്. ഇപ്പം സീസൺ സമയമല്ല, സീസൺ സമയത്ത് ഇതിന് 1 കിലോയ്ക്ക് 40 രൂപയൊക്കെ വില വരുത്തുള്ളൂ. ഇപ്പോൾ ഇതിന് 1/4 കിലോയ്ക്ക് 40 രൂപയാണ്. അങ്ങനെയുള്ള റേറ്റിലാണ് ഇപ്പോൾ വാങ്ങിയത്. സീസൺ അല്ലാത്തതുകൊണ്ട് വില കൂടുതലാണ്. അപ്പം ഇത് പൊളിച്ച് നമുക്ക് കവറിലാക്കി ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാം. പിന്നെ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്ന് ചൂടായത് കാരണം വൈകിട്ട് കഞ്ഞിയാണ് വെച്ചത് കേട്ടോ. കഞ്ഞിയും മുതിരയാണ് വെച്ചത്. ഇപ്പം മീനൊന്നും അധികമില്ല. മീൻ മാർക്കറ്റിൽ പോയിരുന്നു ഞങ്ങൾ. ദൈവമേ, ഭയങ്കര സ്മെല്ല്, ചീഞ്ഞ മീനിൻ്റെ സ്മെല്ല് കാരണം അങ്ങോട്ട് നിൽക്കാൻ വയ്യ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു, ഛർദ്ദിക്കാൻ വരുമായിരുന്നു എനിക്ക്. അതുപോലെ
ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ ഓടിപ്പോയിരുന്നു അവിടെ നിന്ന്. പിന്നെ വന്നിട്ട് രാത്രിയിലത്തേക്ക് പിന്നെ വേറെ പച്ചക്കറിയൊന്നും എടുത്തില്ല, കഞ്ഞിയും പയറും മുതിരയും വെച്ചു. ഇത് നമ്മുടെ അടുത്ത് മാവിൽ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മതിലിനോട് ചേർന്നൊരു മാവ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് കൂടുതലും നമ്മുടെ വീട്ടിലോട്ടാണ് നിൽക്കുന്നത്. മാവ് പൂത്തപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം അതിൻ്റെ കരിയിൽ വീണ് നമ്മൾ തൂത്തുവാരാറുണ്ട്. അപ്പം മാങ്ങയ്ക്കും നമ്മൾ അവകാശികളല്ലേ, അത് കാരണം പറിച്ചെടുത്തതാണ്. എൻ്റെ ഉടമസ്ഥർ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നിറയെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്രാവശ്യം അധികം മാങ്ങയില്ലായിരുന്നു. അപ്പം കുറച്ചേ ഞങ്ങൾ പറിച്ചെടുത്തുള്ളൂ. 10-15 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 എണ്ണം പഴുത്ത് കിട്ടി. അപ്പോൾ അത് കഴിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം.